കോഴിക്കോട് ചേവായൂരിലെ NGO ക്വാർട്ടേഴ്സ് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ച അരിയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. ഏകദേശം 18ഓളം ചാക്കുകൾ ഉണ്ടായിരുന്നു. ഈ 18 ചാക്കുകൾ നിറയെ പുഴുക്കളായിരുന്നു. എന്തായാലും രാവിലെ ആ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയ KV ഫ്രാൻസിസ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഞാനത് വാങ്ങാൻ പോയപ്പോൾ തന്നെ അത് ചാക്കിൻ്റെ അകത്ത് നിറയെ പുഴുവായിരുന്നു. അപ്പോൾ ഞാനത് കണ്ട് അവരോട് സംസാരിച്ചു, കൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എങ്ങനെ ഇത് കൊടുക്കാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്ര വലിയൊരു താല്പര്യമില്ലാത്ത സംസാരിച്ചു. എന്ന് വെച്ചാൽ നമുക്കത് അറിയത്തില്ല, അത് വന്ന് ഇറക്കി അവർ പോകുന്നു, ഞങ്ങൾക്കത് അവരോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഇതൊന്നും ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഇതിനുള്ളിൽ മുഴുവൻ പുഴുക്കളും അത് ഇതൊക്കെയാണ്. ഇത് കുറേ ഇവരിത് പറക്കി കളഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷേ ഇതിനകത്ത് എനിക്കിത് കിട്ടുമ്പോൾ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇതാ ചാക്ക്, ഇത് മറ്റേ അവിടെയുള്ള ചണത്തിൻ്റെ ചാക്ക് നമ്മളിങ്ങനെ പൊന്തിച്ചപ്പോൾ ആ ചാക്കിൽ മൊത്തം ഇതിങ്ങനെ പറ്റി കൂട് കെട്ടിയിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ പൊന്തിച്ചാൽ മൊത്തം ഇങ്ങനെ ഇതുപോലെ ഓരോ പൗച്ചായിട്ട് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും അത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ടും കിട്ടത്തില്ല. അതോടുകൂടി അവസാനിക്കും, നമ്മുടെ കുറ്റമായിട്ട് വരും അത്. അതങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാനിത് കണ്ടപാട് ഇതിന് വേണ്ടി റിയാക്ട് ചെയ്തത്. ഒരുപാട് ആളുകൾ ഇതേപോലെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് രാവിലെ പൊട്ടിച്ച ചാക്കിലായിരുന്നു. അപ്പോൾ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ അതിനൊരു 3 കിലോ എന്തോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര ചാക്ക് കൊണ്ടുപോയിട്ടുണ്ട്? അത് പിന്നെ ആ വന്ന സമയത്തുള്ള ആ അരി ഉണ്ടല്ലോ, അപ്പോൾ അത് അവർ കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴാണ് മടക്കി കൊണ്ടുവരിക? ഇന്നവിടെ എന്തോ സമരമാണെന്ന് തോന്നുന്നു. അപ്പോൾ തിങ്കളാഴ്ച എത്തുമെന്ന് പറഞ്ഞു. പരാതി ഉയർന്നതിന് പിന്നാലെ പുഴുവരിച്ച മുഴുവൻ പച്ചരിയും മടക്കി കൊണ്ടുപോയിട്ടുണ്ട്. അവ അടുത്ത തിങ്കളാഴ്ച വിതരണത്തിനായി തിരിച്ചെത്തിക്കും. ആശംസിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.